ഹല്ലേലൂയ. വേഗവരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയം മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന മാതാപിതാക്കൾ, പിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖല ക്രമപ്പെടുത്തണമെന്ന് നമ്മൾ 9 വിഷയങ്ങൾ ഈ ഒരു 6-7 ദിവസമായി നമ്മൾ ആ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയവും 10ാമത്തെ വിഷയം. 9 വിഷയങ്ങൾ നമ്മൾ എടുക്കുവാൻ ദൈവകൃപയാൽ സാധിച്ചു. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്, കേട്ടു ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായി തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ വചനത്തിന് വിരുദ്ധമായി പോകുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെ ശാസിക്കുന്നു. കർത്താവേ, അടിയനെ സമർപ്പിക്കുന്നു. അതിൻ്റെ ജീവിതത്തിൽ വന്ന കുറവ് തെറ്റുകളെ അവിടുന്ന് ക്ഷമിക്കണം, പൊറുക്കണം. കർത്താവെ, കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന വചനങ്ങൾ അത് ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, അവർ ദൈവവചന അടിസ്ഥാനത്തിൽ ഒരുങ്ങുവാൻ കർത്താവെ ഓരോരുത്തർക്ക് കൃപ നൽകണമേ. കേൾക്കുന്ന വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാനായിട്ട് വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ പാതാള ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവെ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് അവിടുന്ന് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമ്മൾ 9 പോയിൻ്റുകൾ പഠിക്കുവാനിട വന്നു. ഒന്നാമത്, നമ്മുടെ ശബ്ദങ്ങൾ പുറപ്പെടുന്നത് ലാവണ്യമുള്ള ശബ്ദമായിരിക്കണം, തകർന്നിരിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്ന വാക്കായിരിക്കണം പുറപ്പെടണം. രണ്ടാമത് നമ്മൾ പഠിച്ചത് ദുശ്ചിന്തയെ പറ്റി പഠിച്ചു. നമ്മുടെ കാഴ്ചപ്പാടിൽ മറ്റുള്ളവരെ ദുശ്ചിന്തകൾ വെച്ച് അവനെ തകർക്കുവാനോ അവനെ കുറ്റം ആരോപിക്കുവാൻ പാടില്ല. ആ വ്യക്തി നമ്മളിൽ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ സാധിക്കണം. 3, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു, അവൻ കുലപാതകനാണെന്ന് നമ്മൾ പഠിച്ചു. 4ാമത്തെ കാര്യം, അതേ കൂട്ടു സഹോദരനെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പഠിച്ചു. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിൽ നൽകിക്കൊണ്ട് അവിടുന്ന് സ്നേഹം പ്രകടിപ്പിച്ചു, മഹാസ്നേഹം പ്രകടിപ്പിച്ചു. ആ സ്നേഹത്തെപ്പറ്റി പഠിച്ചു. 5ാമത്തത്, നമ്മൾ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്നവർ ജീവിതത്തിൽ എന്തെല്ലാം ക്രമപ്പെടുത്തണമെന്ന് പഠിച്ചു. 6ാമത്തെ പോയിൻ്റ്, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതമുണ്ടായിരിക്കണം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെപ്പറ്റി നമുക്ക് പഠിക്കുവാനിട വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, 7ാമത്തത്, നമ്മൾ വഴിയെപ്പറ്റി പഠിക്കുവാനിട വന്നു. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെയും യഹോവയെ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. ദുഷ്ടൻ്റെ വഴിയിൽ നടക്കാതെ നീ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടന്നാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാവുമെന്ന് ആ വിഷയത്തിൽ നമ്മൾ പഠിച്ചു. അതുപോലെ 8ാമത്തത്, കണ്ണിനെപ്പറ്റി പഠിച്ചു. കൺപാവങ്ങളെപ്പറ്റി എങ്ങനെ ജയിക്കുവാൻ സാധിക്കും, അത് നമുക്ക് പഠിക്കുവാനിട വന്നു. 9ാമത്തിൽ ഒരു പാക്കേജായിരുന്നു. അത് എല്ലാ വിഷയങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല, എന്നാൽ 3-4 വിഷയങ്ങളിൽ പറയുവാൻ പറ്റി. ആ വിഷയങ്ങൾ പറയുവാണെങ്കിൽ ഒരു പക്ഷേ ഈ എപ്പിസോഡ് ഇങ്ങനെ നീട്ടിപ്പോകുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ 3-4 വിഷയങ്ങൾ എടുക്കുവാൻ, അത് പിണങ്ങിയിരിക്കുന്നവർ അവരുമായി രമ്യതപ്പെടുവാൻ. പിന്നെ ഒരു വിഷയം നമ്മൾ പഠിച്ചത്, അതേ മുഖവശം കാണിക്കാതെ
എന്നിൽ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ സാധിക്കണം. എല്ലാവരും ചേർത്തണയ്ക്കുവാൻ സാധിക്കണം. പിന്നെ നമ്മളൊരു വിഷയം പഠിച്ചത് അതിൻ്റെ അകത്ത് അസൂയ എന്ന ദുരാത്മാവിനെ പറ്റി പഠിക്കുവാനിട വന്നു. ഒരുവൻ അസൂയ വന്നാൽ അവൻ്റെ ജീവിതത്തിൽ സമൃദ്ധി നഷ്ടപ്പെടും, ആരാധന നഷ്ടപ്പെടും, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ സാധിക്കത്തില്ല. പിന്നെ നിത്യത നഷ്ടപ്പെടും, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കത്തില്ല. അങ്ങനെ അനേക വിഷയങ്ങൾ ഒമ്പതാമത്തെ വിഷയം നമ്മൾ എടുക്കുവാനിട വന്നു. ഇന്ന് 10ാമത്തെ വിഷയം എടുക്കുവാൻ താല്പര്യപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 43 മുതൽ 48 വരെ. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് ശത്രുവിനെ പകയ്ക്കുക എന്നും അരുൾ ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഇന്ന് ഈ 10ാമത്തെ വിഷയം, നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. നിൻ്റെ ശത്രുവിന്, അതെ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. അതെ, നിനക്കെതിരെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുവാൻ സാധിക്കണം. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവർ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും മേലും നീതികെട്ടവരുടെ മേലും അവൻ മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെയല്ലോ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിച്ചാൽ എന്ത് പ്രയോജനം? നമ്മൾ സ്നേഹിക്കാത്തവർ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാനും ആദരിക്കുവാനും സാധിക്കണം. അതുപോലെ തന്നെ കാണപ്പെടുന്ന സഹോദരനെയും സ്നേഹിക്കുവാൻ സാധിക്കണം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കത്തില്ല. കൂട്ടു സഹോദരനെ, രക്തബന്ധത്തെ, ചേർന്നുള്ള സഹോദരനെ സ്നേഹിക്കുവാൻ സാധിക്കണം. അവിടാണ് ക്രിസ്തുവിൻ്റെ ആ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിക്കാതെ ദാസരൂപമെടുത്ത് അതേ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ച്, അതെ, ആ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. കൂട്ടു സഹോദരനെ സ്നേഹിക്കുവാനും അവനെ സഹായിക്കുവാനും അവനു വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അങ്ങനെ ചെയ്യുകയോ സഹോദരനെ മാത്രം വന്ദനം ചെയ്യാൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികൾ അങ്ങനെയല്ലയോ ചെയ്യുന്നത്? ആകയാൽ നിങ്ങൾ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണനാകുവിൻ. എന്നെ കേൾക്കുന്ന നമ്മൾ സൽഗുണപൂർണരാകണം. ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് അത് പാലിച്ച് അത് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ സൽഗുണപൂർണരാകുവിൻ. അപ്പോൾ നമുക്ക് സൽഗുണപൂർണനാകുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. നിൻ്റെ ശത്രു വിശക്കുമ്പോൾ അവന് ആഹാരം കൊടുക്കണം, അവന് വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം കൊടുക്കണം. കർത്താവ് പഠിപ്പിച്ചതാണ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. എന്നാൽ 10ാമത്തെ വിഷയത്തിൽ നമുക്ക് മറ്റൊരു വിഷയം എടുക്കുവാനുണ്ട്. അത് റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ റോമറിൻ്റെ 13 വെറിക്കുത്തിനെ പറ്റി നമ്മൾ പഠിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ വെറിക്കൂത്തെന്നുള്ള പാപത്തെ നമുക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കണം. അവിടാണ് നമുക്ക് ജയം നേടുവാൻ സാധിക്കുന്നത്. വെറിക്കൂത്ത് എന്ന് പറയുന്നത് അത് സിനിമയാണ്. നീ അഭിഷേകം പ്രാപിക്കണമോ? റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 13-14 വാക്യങ്ങൾ. പകൽ സമയത്ത് എന്നതുപോലെ നാം മര്യാദരായി നടക്കുക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ക്ഷയമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങളെ ജയിക്കുമാർ ജഡത്തിൽ ചിന്തിക്കരുത്.
മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ദുഷ്മമോഹങ്ങൾ വരാൻ ജഡത്തിൽ ചിന്തിക്കാതെ ആത്മാവിൽ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കണം. നീക്ക് അഭിഷേകം പ്രാപിക്കുവാൻ, യഹോവയുടെ മഹത്വം പ്രാപിക്കുവാൻ, യഹോവയുടെ മഹത്വം വെളിപ്പെടുവാൻ, നിൻ്റെ ജീവിതത്തിൽ സിനിമ എന്നുള്ള അതിൽ നിന്ന് നീ മാറി നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. സിനിമ കാണുന്ന വ്യക്തിയാണോ, നീ ഇന്നൊരു തീരുമാനം എടുക്കുക, എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായി ആ വെറിക്കൂത്തിൽ നിന്ന് നിനക്കൊരു മോചനമുണ്ടാകണമോ? ഒരുപക്ഷെ നിനക്ക് വർഷങ്ങളായി നിൻ്റെ ജീവിതത്തിൽ അനേക കഥാപാത്രങ്ങളുണ്ട്. അത് പ്രാർത്ഥിച്ച് അതിനെ വെളിയിലാക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ കമാൻഡിങ് ചെയ്യുവാൻ താല്പര്യപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തിന് വിരുദ്ധമായി അഭിഷേകം നിറയുന്നതിന്, അഭിഷേകം പകരുന്നതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ചിന്താമണ്ഡലങ്ങളുള്ള എല്ലാ വെറിക്കൂത്തിൻ്റെ ശക്തികളെ, എല്ലാ വർഷങ്ങളായുള്ള സിനിമയുടെ കഥാപാത്രങ്ങളെ ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറുവാൻ അവരുടെ ശിരസിലും ഹൃദയത്തിലും കൈവച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. കമാൻഡിങ് ചെയ്ത് അതിനെ വെളിയിലാക്കുവാൻ സാധിക്കണം. അധികാരം നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നീ രക്ഷിക്കപ്പെട്ട് അതേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലത്തിൽ മുങ്ങിൽ സ്ഥാനപ്പെട്ട വ്യക്തിയാണോ, നിനക്ക് ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. നിൻ്റെ ഹൃദയത്തെ അത് ശുദ്ധീകരിച്ച്, ദൈവത്തിൻ്റെ ആലയത്തെ നീ ശുദ്ധീകരിച്ച് ഒരു ശുദ്ധീകരണം നടത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ, ഇന്ന് അതൊരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ, നിൻ്റെ ഹൃദയത്തിൻ്റെ മണ്ഡലങ്ങളിൽ അനേക വ്യക്തിമണ്ഡലങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ പറ്റാതിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ആലോചനകൾ തരികയാണ്. നിൻ്റെ ഹൃദയത്തിലുള്ള വെറിക്കൂത്തിനെ, അനേക സിനിമയുടെ കഥാപാത്രങ്ങൾ ദൈവത്തിനധികമായി നിൻ്റെ ഹാർട്ടിനുള്ളിലും നിൻ്റെ ചിന്താമണ്ഡലങ്ങളിലുമുണ്ട്. അതിനെ ശാസിച്ച് വെളിയിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിമണ്ഡലങ്ങളോട് ഉപദേശിക്കുകയാണ്. ആര് ഇത് കേൾക്കുന്നുവോ, ആര് ഏറ്റെടുക്കുന്നുവോ അവർക്ക് വിടുതലും അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഈ 10ാമത്തെ വിഷയത്തിൽ വെറിക്കൂത്തിനെ ജയിക്കുന്നവരായി നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹവും നന്മ വരുമ്പോൾ അസൂയപ്പെടാതെ അവരുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കണം. ഇനി ആ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. ഇനി 10ാമത്തെ വിഷയത്തിൽ നീ ഉപവസിക്കുന്ന വ്യക്തിയായി മാറണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമോ? വചനത്തിന് കീഴ്പ്പെട്ട് ചില ദിവസങ്ങളിൽ ഉപവാസമെടുത്ത് നീ ആരാധനയിൽ പങ്കെടുക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. അപ്പോൾ നീ ഉപവസിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ സമർപ്പിക്കാം, ലോകരാജ്യങ്ങളെ സമർപ്പിക്കാം, നിൻ്റെ അയൽക്കാരെ സമർപ്പിക്കുക. വ്യക്തിപരമായി കർത്താവേ, എനിക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് നിൻ്റെ ഉപവാസവേളയിൽ കർത്താവിനോട് സമർപ്പിക്കാം. നിൻ്റെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ, അങ്ങനെ ഓരോന്ന് എത്ര വിഷയം വേണമെങ്കിലും നിൻ്റെ ഉപവാസവേളയിൽ പ്രാർത്ഥിക്കാം. ഉപവാസം എടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് ഹിതമുള്ള രീതിയിൽ ഉപവാസിക്കണം. പിണക്കങ്ങളോ പരിഭവങ്ങളോ വെക്കാതെ എല്ലാവരോടും സ്നേഹമായിരിക്കണം. ശത്രുതയില്ലാതെ, അസൂയയില്ലാതെ, വെറിക്കൂത്തിൻ്റെ മോഹങ്ങളില്ലാതെ, അതുപോലെ തന്നെ ദുഷ്ടവിചാരത്താൽ വിധിക്കുന്നവരായല്ല. നമ്മൾ ഉപവസിക്കുമ്പോൾ പൂർണ്ണനായിരിക്കണം. പ്രാർത്ഥനയിലും ആരാധനയിലും മാത്രമായി മുഴങ്ങുന്നവരായി മാറണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർ വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കപടഭക്തിക്കാരെ ഉപവാസം നമുക്കറിയാം. മറ്റുള്ള അറിയുവാൻ വേണ്ടി വാടിയ മുഖവും വാടിയ രീതിയും നടത്തിയും. അപ്പോൾ മറ്റു മനുഷ്യൻ ചോദിക്കും, എന്താണ് ഞാനിന്ന് ഉപവാസമാണ്, അല്ലെങ്കിൽ അതാണെന്നൊക്കെ പറയുവാൻ ഓരോരുത്തരുടെ രീതി അനുസരിച്ച് പറയും. എന്നാൽ നമ്മൾ അതുപോലല്ല. നമ്മൾ ഉപവസിക്കുമ്പോൾ, നീ ഉപവസിക്കുമ്പോൾ
നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് വിളങ്ങേണ്ടതിന്. തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക, രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പം നമ്മുടെ ഉപവാസം, 10ാമത്തെ വിഷയം, നമ്മുടെ ഉപവാസം അത് രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവിനോടായിരിക്കണം. അവിടുന്ന് നമുക്ക് പ്രതിഫലം തരുന്ന ഒരു പിതാവിനെ കാണുവാൻ സാധിക്കും. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. അപ്പം നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. നമ്മൾ ഉപവസിക്കുമ്പോൾ അത് നമ്മുടെ നിക്ഷേപമുള്ളിടത്ത് നമ്മുടെ ഹൃദയവും ഇരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ ഈ വചനങ്ങളെല്ലാം പാലിച്ച് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നമുക്ക് പരിശുദ്ധാത്മാവിനെ നേടുവാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അങ്ങനെ അവൻ അവനുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രയേലിൻ്റെ ഈ കാലത്തോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. യേശു അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിലുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശരമയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്ത് ഒരു മേഘം അവനെ മൂടി. അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകും നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവൻ്റെ അടുക്കൽ നിന്നും, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്നവർ, പരിശുദ്ധാത്മാവിനാൽ ആഗ്രഹിക്കുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പാലിക്കുവാൻ, അനുസരിക്കുവാൻ, ഈ 10 വിഷയങ്ങൾ, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തെ കീഴ്പ്പെട്ട് അതനുസരിക്കുവാൻ ആര് തയ്യാറെടുക്കുന്നുവോ അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അങ്ങനെ അവർ കൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ കൂടി ഒരുമനപ്പെട്ടിരുന്നു. അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 1-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. യാക്കോബിൻ്റെ മകനായ യൂദ ഇവരെല്ലാവരും, സ്ത്രീകളും യേശുവിൻ്റെ അമ്മയായ മറിയയും അവൻ്റെ സഹോദരന്മാരോട് കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് കഴിച്ചു പോന്നു. ആ കാലത്ത് ഏകദേശം 120 പേർ. അവർ ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ വഴി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരെ, പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് മുഖാന്തരം മുൻപേ പറഞ്ഞു തിരുവെഴുത്തിൽ നിവൃത്തിയാകുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഇരുന്നു ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു, തലക്കീഴായി വീണു, നടുവേ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുരിച്ചുപോയി. അത് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകുന്നുകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്ന് അർത്ഥമുള്ള അഖാദമ എന്ന് പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷ മറ്റൊരുവൻ ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഈ 10ാമത്തെ വിഷയത്തിൽ നമുക്ക് ഇനി ഒരു വിഷയം കൂടെ എടുക്കാനുള്ളത്, നീ ഒറ്റിക്കൊടുക്കുന്നവനായി മാറരുത്. നീ ക്രിസ്തുവിനെ സേവിക്കുന്ന വ്യക്തിയായ, ആരാധിക്കുന്ന വ്യക്തിയായിരിക്കാം. നീ സഹോദരനെ, അഭിഷിക്തന്മാരെ, നിൻ്റെ ബന്ധുമിത്രാദികളെ ഒറ്റിക്കൊടുക്കുന്നവനായി, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, അസൂയ കടന്നു വരുമ്പോൾ ഒറ്റിക്കൊടുക്കും. അത് പണത്തിനു വേണ്ടി നീ അഭിഷക്തന്മാരെയോ, നീ വ്യക്തി ജീവിതങ്ങളെയോ, അയൽക്കാരെയോ, സഹോദരന്മാരെയോ, നിൻ്റെ ബന്ധുമിത്രാദികളെയോ, ലോകക്കാരെയോ നീ ഒറ്റിക്കൊടുക്കുന്നവരായി മാറരുത്. ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. അത് യൂദയുടെ സ്ഥിതി നമുക്ക് കാണുവാൻ സാധിക്കും. 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തിട്ട് യൂദ മനോദുഃഖത്തിൽ കെട്ടിച്ചാന്ന് തൂങ്ങി മരിക്കുവാനിട വന്നു. യൂദയുടെ കുടുംബം മുഴുവനും നാശത്തിലേക്ക് പോയത് കാണുവാൻ സാധിക്കും. നീ ഒറ്റിക്കൊടുക്കുന്ന വ്യക്തിയാണോ, നിൻ്റെ ജീവിതത്തിലും ആ നാശം കടന്നു വരുവാനിട വരും. നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഒറ്റുന്ന ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. പ്രിയ സഹോദര, പ്രിയ മാതാവേ, പ്രിയ സഹോദരി, പ്രിയ പിതാവേ, പ്രിയ അഭിഷക്ത, നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കും. എല്ലാ താഴ്വരയും നികന്നും, എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വയായി, ദുർഘടങ്ങൾ സമമായി തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. ഈ വചനമുഖാന്തരം ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് കിട്ടുമെന്നുള്ള വിഷയമാണ്. നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി അവിടുന്ന് ജനത്തോട് സംസാരിച്ചതിനായി നന്ദി പറയുന്നു. കേൾക്കുന്ന ഓരോ വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 ഫലം കായ്ക്കുവാൻ, ആ വചനത്തിലനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണേ. കർത്താവെ, ശക്തിപ്പെടുത്തണമേ. ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, പിതാക്കന്മാർ, അനേകർക്ക് അഭിഷേകം ലഭിക്കുവാനിട അവരുടെ ജീവിതത്തിൽ വചനം ഏറ്റെടുത്ത് പാലിക്കുവാൻ, അനുസരിക്കുവാൻ കർത്താവെ അവിടുന്ന് കൃപ നൽകണമേ. അതിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെ ശാസിക്കുന്നു. കുടുംബത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥകൾ യേശുവിൻ നാമത്തിൽ കേൾക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഒരു സമൃദ്ധിയും ഒരു അനുഗ്രഹത്തെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു. അന്തശേഖിലോ റോബന ഹസ്തുര മൗഡ ഹതരഘടക ശന്തര രഗധ്യ രഗസ്തിയ. കർത്താവ്, ജോലി ചെയ്ത് സാലറി കിട്ടാത്ത അനേക വ്യക്തി ജീവിതങ്ങൾ കേൾക്കുന്നുണ്ട്. സ്വോത്രം യേശുവിൻ്റെ നാമത്തിൽ അവരുടെ സാലറികൾ അവരുടെ കൈകളിൽ വരട്ടെ. അവരുടെ അധ്വാന ഫലം അവർ തിന്നുവാൻ, അവരുടെ കയ്യിൽ വരുവാൻ ഇടവരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ പാതാള ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞ വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. ജനത്തെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ വ്യക്തിമണ്ഡലങ്ങളെയും അനുഗ്രഹിക്കും. ഈ കേട്ട ഓരോ എപ്പിസോഡുകളും ആ വചനങ്ങൾ ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ അത് 30, 60, 100 ഫലം കായ്ക്കുവാൻ, അത് അവർ കേൾക്കുന്നവരായി മാത്രമല്ല ജീവിതത്തിൽ അത് പ്രാബല്യമാക്കുവാൻ, അനുസരിക്കുന്നവരായി മാറ്റുവാൻ കർത്താവെ അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ. അൻഷല റഗഡബല ഹസ്തുര മടകസ്യ. വർഷങ്ങളായുള്ള ചില ഫൈനാൻസുകൾ, റോബനാദിയ, വർഷങ്ങളായി ചിലക്ക് കിട്ടുവാനുള്ള ചില ഫൈനാൻസുകൾ ഈ കേൾക്കുന്ന ചില വ്യക്തികൾക്ക് സ്വർഗം അവിടുന്ന് തുറക്കുകയാണ്. അവനൊരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. അവനൊരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കുവാൻ സാധ്യമല്ലെന്ന് അരുൾ ചെയ്ത കർത്താവ് പറയുന്നു. നിനക്ക് വർഷങ്ങളായി കിട്ടുവാനുള്ള ചില ഫൈനാൻസ് മേഖലകൾ സ്വർഗം തുറക്കുകയാണ്. ആര് വിശ്വസിച്ച് ആമേ എന്ന് പറയുന്നുവോ അവരുടെ ജീവിതത്തിൽ നിശ്ചയമായി ഇത് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്തത്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. കർത്താവേ, അനേകർ സാലറി കിട്ടുവാൻ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്.
മാസങ്ങളോളം സാലറി കിട്ടാത്ത വ്യക്തി ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ സാലറികൾ യേശുവിൻ്റെ നാമത്തിൽ അത് കിട്ടുവാൻ അധികാരമുള്ള സ്വർഗം ഇടപെട്ടതിനായി വരുന്ന മാസങ്ങളിൽ കിട്ടുവാൻ സ്വർഗം അതിന് മേൽ ഇടപെട്ട കൃപയ്ക്കായി നന്ദി പറയുന്നു. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാവും. അത്ഭുതങ്ങളെ ചെയ്തതിനായി നന്ദി പറയുന്നു. കർത്താവേ, ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. അൻഷല റൗഡബല ഹസ്തുര രഹസ്യ കേട്ട വചനങ്ങൾ അവിടുന്ന് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് 30, 60, 100 ഫലം കായ്ക്കുവാൻ ഇടവരണമേ. കർത്താവേ, ഇതിൽ കേട്ട എല്ലാ കുടുംബങ്ങളെയും ആത്മീയ ഭൗതിക നന്മകളാൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അർഷ മൗഢ ഹസ്തരഹസ്യ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ആത്മീയ ഭൗതിക നന്മകളാൽ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.